ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് ഞാൻ വിചാരിച്ചത് കണ്ടിന്യൂസ് ആയി ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ തിരക്കൊക്കെ കാരണം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ മോനെ കൃപ്പയിൽ കൊണ്ടുവിട്ട് വരുന്ന സമയമാണ്. അതായത് ഏകദേശം ഒരു 8:45. ഞാൻ പറയാമെന്ന് മറ്റൊന്നുമല്ല, ഇവിടുന്ന് വീട്ടിലോട്ട് നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്നത് പോലെയല്ല യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ സിംഗപ്പൂരോ അല്ലെങ്കിൽ ദുബായ് അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നടക്കുമ്പോൾ കുറച്ച് സോഷ്യൽ റൂൾസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ്, അടവച്ചോ. പണ്ടൊക്കെ ഞാൻ സൺഗ്ലാസ് വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് പണ്ടൊരു ഡൽഹി മിനിസ്റ്ററുടെ വൈഫിൻ്റെ ഒരു ട്രോൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ചിലപ്പോൾ മലയാളം ഇംഗ്ലീഷ് സംസാരിച്ച് മടുത്തു അല്ലെങ്കിൽ അങ്ങനെ എന്തോ പറഞ്ഞു, പിന്നെ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ സൺഗ്ലാസ് വെക്കുന്നത് കുറച്ചൊരു ഫാഷന് വേണ്ടിയോ അല്ലെങ്കിൽ എന്താ സ്റ്റൈലിന് വേണ്ടിയൊക്കെ വെക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇവിടെ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സൺലൈറ്റാണ്, നോക്കാൻ പറ്റില്ല. ഫോണിലോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചു പോകും. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജർമ്മനിയിൽ നമ്മൾ നടക്കുമ്പോഴുള്ള കുറച്ച് സോഷ്യൽ റൂൾസ് ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന പോലെ നമുക്ക് നടക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ റോഡ് ബാക്കിൽ കാണുന്നുണ്ടോ, റോഡിൽ കാണുന്ന ഈ റെഡ് ലൈൻസ് ഉണ്ടല്ലോ, ഈ റെഡ് ലൈൻസ് സൈക്കിൾ പാത്താണ്. നമുക്കിപ്പോൾ നേരെ പോകുമ്പോൾ ഡ്രൈവിങ്ങിൽ ഇവിടെ റൈറ്റ് സൈഡ് ഡ്രൈവിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മൾ നടക്കുമ്പോഴും റൈറ്റ് സൈഡിലോടുകൂടി വേണം നടക്കാൻ. ഇപ്പം ഞാൻ പോകുന്നത് റോങ് വേ ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡ്, അതായത് അപ്പുറം സൈഡിലൂടെ വേണം നമ്മൾ നടക്കാൻ വേണ്ടി. ഇങ്ങോട്ട് ആ ഭാഗത്തോട്ട് പോകുമ്പോഴാണ് ഈ സൈഡിലോട്ട് നടക്കുക. അതേപോലെ സൈക്കിളും അങ്ങോട്ട് പോകുന്നവർ റൈറ്റ് സൈഡിലുള്ള ചുവപ്പ് ലൈൻ എന്ന് പറയുന്നത് റൈറ്റ് ഫ്രണ്ടിലോട്ട് പോകാനുള്ളതും ഇത് ബാക്കിലോട്ട് പോകാനുള്ള സൈക്കിൾ ലൈനുമാണ് ഈ കാണുന്ന റെഡ് ലൈൻ. അങ്ങനെ, അതായത് നമ്മളെപ്പോഴും റൈറ്റ് സൈഡിലോട് കൂടി വേണം നടക്കാൻ വേണ്ടി. ഇതൊരു ലോ പ്രകാരമൊന്നുമല്ല, ഇതൊരു സോഷ്യൽ റൂളാണ്. ഇതിപ്പോൾ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു കൂട്ടിമുട്ടലൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നടക്കാനുള്ള ഒരു സൗകര്യമാണ് കിട്ടുന്നത്. ഫസ്റ്റ് ഞാൻ ഇവിടെ ജർമ്മനിയിൽ വന്ന ടൈമിൽ സൈക്കിൾ എടുക്കുന്ന ടൈമിൽ സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന സൈഡിലോട്ട് സൈക്കിൾ എടുത്തു. എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്, ഒരു 5 വർഷം മുമ്പ്. അപ്പോൾ അവരെന്നോട് എന്തോ ജർമ്മനിൽ പറഞ്ഞു, എനിക്കത് മനസ്സിലായിട്ടില്ല എന്താന്ന്. അപ്പോഴാണ് ഇവരെന്നോട് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്, അതായത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വേണം നടക്കാൻ വേണ്ടി. സൈക്കിളാണെങ്കിലും റൈറ്റ് സൈഡിലൂടെ, അതായത് അങ്ങനെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാറി നിന്ന് കൊടുക്കണം. അതെല്ലാ സ്ഥലത്താണ്. ഞാനിപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഇതിലോട്ട് ആരെങ്കിലും വന്നാൽ ഞാൻ നേരെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ മാറി കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ചിലപ്പോൾ ഒരു റെസ്പെക്റ്റ്, നാട്ടിലൊക്കെ കുറച്ച് റെസ്പെക്റ്റ് കൂടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒതുങ്ങി കൊടുക്കും ഒരു ഭാഗത്തേക്ക്. അങ്ങനെ കൊടുത്താൽ അവർക്ക് നല്ല ദേഷ്യം വരും. ചില സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലോട്ടല്ല മാറിയത്, ചിലപ്പോൾ സ്ഥലം കൊടുക്കാൻ വേണ്ടി നമ്മൾ റെസ്പെക്റ്റ് കാണിച്ചാൽ കൂടി അവർക്ക് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് ജർമ്മനിയിലോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ റൂൾ അറിഞ്ഞിരിക്കേണ്ട മസ്റ്റാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ തെറിയേക്കും, അല്ലെങ്കിൽ എന്ത് നാറികളായി വരുന്നു തോന്നും അവർക്ക് ജർമ്മൻസിന്. പിന്നെ ഇവിടെ റൂൾസ് അറിയാത്തവരുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ മെല്ലെ നടക്കുന്ന സമയത്ത് നമുക്ക് ആൾ വരുന്നുണ്ട് അതിലൂടെ, അപ്പോൾ നമുക്ക് സൈഡിലോട്ട് മാറി കൊടുക്കാം. അവരപ്പുറം ഭാഗത്തോട്ട് പോയിക്കോളും. കണ്ടോ, നോക്കിക്കോ, ഇതാ കണ്ടോ, അവരവരുടെ റൈറ്റ് സൈഡിലൂടെ തന്നെ നടന്നു പോകുന്നുണ്ട്. അതിപ്പോൾ നമ്മളൊരു ടൗണിലോട്ട് പോയാൽ ടൗണിലുള്ള ഷോപ്പിംഗ് സെൻറ്ററിലൂടെ നടക്കുമ്പോഴെങ്കിൽ കൂടി ഷോപ്പിംഗ് മാളിലൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലൂടെയും സ്റ്റെയറിൻ്റെ റൈറ്റ് സൈഡിലൂടെയും ഇങ്ങോട്ട് വരുന്നവർ അവരുടെ റൈറ്റ് സൈഡിലൂടെയും കൂടിയാണ് വരിക. ഒരു മാളിൽ പോയിട്ട് ഒരു ലിഫ്റ്റിലോട്ട് കയറുമ്പോൾ കൂടി നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും, ഇവരുടെ ജർമ്മൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അതേപോലെ റോഡ് ക്രോസ് ചെയ്യട്ടെ. അതേപോലെ തന്നെ ഇവിടെ റൈറ്റ് സൈഡ് ഡ്രൈവിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ എനിക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ സിഗ്നലൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ വൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കാണ് പ്രയോറിറ്റിന്ന്. അതുപോലെ പ്രയോറിറ്റി ബേസിൽ കുറേ സിഗ്നൽ ഉണ്ട് ഇവിടെ. അത് ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മാത്രമല്ല നടക്കുന്നവർക്കും
അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ, എന്താ പറയുക, കുറച്ച് തിക്ക് ലൈനാണെങ്കിൽ അവിടെ നമുക്കാണ് പ്രയോറിറ്റി, നടക്കുന്നവർക്കാണ് പ്രയോറിറ്റി. അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പട്ടിയെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ വയസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലായിടത്തും കുറേ കൺട്രീസിലൊക്കെ ഉള്ളതാണ്, പക്ഷെ അതിവിടെ സ്ട്രിക്റ്റ് ആണ്. അല്ലെങ്കിൽ അതേപോലെ തന്നെ സിഗ്നൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ ഒരു വണ്ടി പോകുമ്പോൾ സിഗ്നൽ റെഡായാൽ ആൾക്കാർ പോകുന്നില്ലെങ്കിൽ കൂടി അവർ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതേപോലെ തന്നെ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ കൂടി സിഗ്നൽ ഗ്രീൻ ആയാൽ അല്ലാതെ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. വണ്ടിയൊന്നുമില്ല പക്ഷേ സിഗ്നൽ റെഡ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല. അത് ഇൻ കേസ് ഇപ്പോൾ ചെറിയ കുട്ടികളോ പുറം രാജ്യത്ത് നിന്ന് വന്നവരൊക്കെ ഇവിടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ജർമ്മൻസ് ഇങ്ങനെ തുറച്ച് നോക്കും. അതേപോലെ തന്നെ സിഗ്നലിനേക്കാളും കുറേ ദൂരത്താണ് നമ്മളുള്ളതെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ നോക്കുമ്പോൾ, ഇപ്പോൾ ആര്യയുടെ തന്നെ പറഞ്ഞാൽ ആര്യ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, സിഗ്നലിലൂടെ മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ പറയും. കാരണം ഇവർക്ക് റൂൾസ് ഭയങ്കര മസ്റ്റാണ്, സോഷ്യൽ റൂൾസ്, അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കുട്ടികൾക്കൊക്കെ ചെറിയ ക്ലാസ് മുതലേ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു റൂള് തെറ്റിച്ചു. കാരണം ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഞാൻ നടക്കുന്നുള്ളത്. ഇവിടെ ജർമ്മൻസ് മെയിനായിട്ട് നോക്കുന്നുള്ളത് സമാധാനവും സൈലൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ഈ ജർമ്മൻസ്. അതായത് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ഇവിടെ സൈലൻറ്റ് ടൈമാണ്. ആ സമയത്ത് നമ്മൾ ശബ്ദം ഉണ്ടാക്കി അല്ലെങ്കിൽ പാർട്ടി നടത്തുകയൊക്കെ ചെയ്താൽ പോലീസ് വരും വീട്ടിലോട്ട്. അതായത് നൈബേഴ്സിന് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കാം. ഒരു മിനിറ്റ്, ഒരു റൂൾ കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ഉണ്ടോ, ഇതിലൂടെ വേണം നടക്കാൻ വേണ്ടി. അങ്ങനെ അപ്പോൾ നമ്മൾ സൗണ്ടാക്കിയാൽ ഇവർ കംപ്ലയിൻറ്റ് കൊടുക്കും. അതേപോലെ രാവിലെ 12 മണി, ഉച്ചയ്ക്ക് 12 മണി വരെ, 1 മണി മുതൽ 3 മണി വരെ മറ്റോ ഇവിടെ സൈലൻറ്റ് ടൈമാണ് എല്ലാ ദിവസവും. നമ്മൾ 1 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ആ സൗണ്ട് ഉണ്ടാക്കുന്നത് പ്രശ്നമാണ്. അതേപോലെ തന്നെ ഒരു റൂളാണ്, ഈ നടക്കുമ്പോൾ റെസിഡൻഷ്യൽ ഏരിയയിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ സൗണ്ട് ആക്കാൻ പാടില്ല. ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ ആയി നടക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ ഒച്ച വെക്കാൻ നോക്കിയാൽ അത് ഒരു മാനേഴ്സ് അല്ല എന്നാണ് ഇവിടുത്തെ ഒരു അച്ചടക്കത്തിൻ്റെയോ അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും ഭാഗമായി നമ്മളെപ്പോഴും കുറച്ചൊരു കാമായി നടക്കണം റെസിഡൻഷ്യൽ ഏരിയയിലൂടെ. ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ കൂടി അവർക്ക് കൂടി ഒന്ന് എക്സൈറ്റഡായി സന്തോഷിക്കാനോ അങ്ങനെ സൗണ്ടിൽ സംസാരിക്കാനൊന്നും ഇവിടെ പറ്റില്ല. അങ്ങനെ വേണ്ട. അതേപോലെ ഒരു സംഭവമാണ് സൈക്കിൾ പാത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ടാണ് ഇതിലൂടെ സൈക്കിളിന് പോകാം. അല്ലാത്ത സ്ഥലത്തൊക്കെ ഇത്രയും പെഡസ്ട്രിയൻസ് പാത്ത് പോലെ തന്നെ ഇത്രയും ഏരിയ സൈക്കിൾ പാത്തിനോട് ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിൽ നമ്മൾ സൈക്കിൾ പാത്തിലോട്ട് ഒരിക്കലും കടക്കരുത്. സൈക്കിൾ പാത്തിലോട്ട് നമ്മൾ അറിയാൻ നിന്നാൽ അവർ നമ്മളെ ഡിങ് ഡോങ് അടിച്ച് പേടിപ്പിക്കും, സൈക്കിളിൻ്റെ വിലടിച്ച്. കാരണം അത് റൂൾ പ്രകാരം തെറ്റാണ്. പിന്നെ ഇൻഷുറൻസൊക്കെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ റൂൾ ഫോളോ ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കവറാവില്ല. കാരണം നമ്മളെ ഭാഗത്തായിരിക്കും തെറ്റ്. ഇവിടെ ഇപ്പോൾ ഇതേപോലെ ഞാൻ കണ്ടൊരു കാര്യമാണ്, നമ്മൾ സൈക്കിളിൽ പോകുന്നുണ്ട്, അല്ല നമ്മൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരാൾ സൈക്കിൾ മെല്ലെ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വീണു എന്ന് വെച്ചോ. ഈ വീഴുന്ന സമയത്ത് അവരവിടെ തന്നെ കിടക്കും, അവരെണീക്കൂല. നമ്മളാണെങ്കിൽ ഇങ്ങനെ നോക്കി ഇവരെന്തിങ്ങനെ കിടക്കുന്നതെന്ന് തോന്നും. അവർ പോലീസ് വന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ അവരെണീക്കുള്ളൂ അവിടുന്ന്. അങ്ങനെ ഞാൻ ഒരു സീൻ കണ്ടിട്ടുണ്ട്. ഞാൻ വെച്ച് ഇവരെന്തിങ്ങനെ കിടക്കുന്നതെന്ന്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഇത് റൂളാണ്, കാരണം അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ കിടക്കുന്നതാണ്. അല്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ തട്ടിമുട്ടൊന്ന് ചിലപ്പോൾ ഫൈൻ എടുക്കുമായിരിക്കും, അങ്ങനെ പോകാറുണ്ടല്ലോ. ഫൈൻ അവരോട് തന്നെ ജസ്റ്റ് കോംപ്രമൈസ് ആക്കി പോകുന്നില്ല, അങ്ങനെ നടക്കില്ല. ഇവർ നേരെ അവിടെ തന്നെ കിടക്കും ചിലപ്പോൾ. അങ്ങനെ അപ്പോൾ നടക്കുമ്പോൾ കുറച്ചൊക്കെ അറിയാനുണ്ട്, അറിഞ്ഞിട്ടില്ലെങ്കിലും മോശമാണത്. ഇപ്പോൾ ഞങ്ങൾ തന്നെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ സൈക്കിളിന് പോകാനും നടക്കാനും ഒരേ വഴിയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലൂടെ നടന്നിട്ടില്ലെങ്കിൽ ആൾക്കാർ നമ്മൾ ഒരുമാതിരി ഇത് ഏത് കൺട്രിയിൽ നിന്ന് വരുന്ന ആ കൺട്രീസാന്ന് പറഞ്ഞ് ഒരു നോട്ടം നോക്കും നമ്മളെ. അങ്ങനെ അപ്പോൾ നമ്മൾ ഏകദേശം എത്താനായി. ഇതെവിടെ നമ്മുടെ വീട്ടിന് മുമ്പിൽ തന്നെയുള്ളൊരു നഴ്സറിയാണിത്. കുറച്ച് വലുതാണ്, ഞാൻ ഇതുവരെ ഇതിനകത്ത് കയറിയിട്ടില്ല. അല്ല, കുറച്ച് വലുതാണിത്. അപ്പോൾ ഏകദേശം നമ്മൾ വീട്ടിലോട്ട് എത്താറായി.
ഇപ്പോൾ ഇവിടെ സ്കൂളിന് ലീവാണ്. ഇതാ ആര്യയുണ്ട് ഇവിടെ. ഹായ്. ഇവിടെ ഇപ്പോൾ 2 ആഴ്ച സ്കൂളിന് ലീവാണ്. ഫിങ്സ്റ്റൺ ഫേരിയൻ അല്ലടി, ഫിങ്സ്റ്റൺ ഫേരിയൻ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മാസം ക്ലാസ്, പിന്നെ 2 വീക്ക് ലീവ്, 1 മാസം ക്ലാസ്, പിന്നെയും 2 വീക്ക് ലീവ്. ഇങ്ങനെ ഏകദേശം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 2 വീക്കെല്ലാം ലീവ് കിട്ടും. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ 2 വീക്ക് ലീവ് കിട്ടുന്നത് ഓഗസ്റ്റിൽ അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റ് ആയിരുന്നെങ്കിൽ നാട്ടിലെത്തി കുറച്ചുകൂടി കൂടുതൽ നിൽക്കായിരുന്നു. പക്ഷേ ഒരു മിനിറ്റ്, സിഗ്നൽ ക്രോസ് ചെയ്യാനായി. ഓക്കെ, ഞാൻ ഈ ക്രോസ് ചെയ്തത് തെറ്റാണെന്നാണ് ഇവൾ പറയുന്നത്. ഇവിടുന്ന് എനിക്ക് അത്രയും ദൂരം പോകണം. എത്രയും ദൂരം എന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് ആണെന്നില്ലേ, വലിയ ബിൽഡിംഗ് അല്ല, അതൊരു കാറ് പോകുന്ന കാണുന്നില്ല, അത്ര ദൂരം പോയി ക്രോസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ആ റൂൾ അങ്ങ് തെറ്റിച്ചു. ഓക്കെ. ഇനിയിപ്പോൾ ആ ഭാഗത്തുനിന്ന് ക്രോസ് ചെയ്യാനാണെങ്കിൽ കുറേ അപ്പുറം പോകണം. ആ കാറ് വരുന്ന അത്രയും ദൂരം പോകണം ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ആ റൂൾ തെറ്റിച്ചത്. ചിലരൊക്കെ ഇവിടെ അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ അത് ജർമ്മൻസ് ആയിരിക്കില്ലെന്ന് മാത്രം. ഇവിടെ ഈ വൈറ്റ് ലൈൻ കണ്ടോ, ഈ വൈറ്റ് ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ ധൈര്യമായി ക്രോസ് ചെയ്യാം. നമുക്കാണ് പ്രയോറിറ്റി, കാറൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിലൂടെ നമുക്ക് ക്രോസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. വൈറ്റ് ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സൈക്കിളിനും നടക്കുന്നവർക്കുമാണ് പ്രയോറിറ്റി എന്നാണ്. നമ്മുടെ ബിൽഡിംഗ് കാണിക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇവിടെ ജർമ്മനിയിലെ റൂൾസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നടക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ജർമ്മനിയിലോട്ട് വരുന്നവരാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ സാധാരണ ജർമ്മൻസിൻ്റെ നമുക്ക് ചിലപ്പോൾ തെറി കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവരെന്ത് കൂതറകളാണെന്ന് ചിലപ്പോൾ അവർ മനസ്സിലെങ്കിലും വിചാരിക്കും. അങ്ങനെ അത്രയ്ക്കുള്ള വിശേഷം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണേ കമൻറ്റിലൂടെ. അതേപോലെ തന്നെ എന്തെങ്കിലും ജർമ്മനിയെക്കുറിച്ച് എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ജർമ്മനിയിലെ എന്തെങ്കിലും റൂൾസിനെ കുറിച്ചോ കിൻഡർ ഗാർഡനെ കുറിച്ച് സ്കൂളിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നല്ലത് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ. ബൈ. ആര്യ ബൈ.